ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ട് ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരുന്നു. അർഹിച്ച ഒരു തോൽവിയാണ് ബ്രസീൽ വഴങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മത്സരത്തിൽ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. കിട്ടിയ അവസരങ്ങൾ അവർ തുലച്ച് കളയുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മത്സരത്തിന് ശേഷം മിക്സ്ഡ് സോണിൽ വെച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. മത്സരം അവസാനിച്ച ഉടൻ തന്നെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇന്റർവ്യൂ നൽകിയത് അദ്ദേഹത്തിന്റെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടിയാണ്. പക്ഷെ പിന്നീട് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കാർലോ ആഞ്ചലോട്ടി മറുപടി നൽകിയിട്ടുണ്ട്. പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയർക്ക് പെനാൽറ്റി നൽകിയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി മറുപടി നൽകിയിട്ടുണ്ട്. അതായത് 5 പേരുടെ ഒരു ലിസ്റ്റ് തങ്ങൾ തയ്യാറാക്കിയിരുന്നു. പെനാൽറ്റി എടുക്കേണ്ട 5 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അതിൽ വിനീഷ്യസ് ജൂനിയർ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പെനാൽറ്റിയിലെ കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് റാഫീഞ്ഞയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ഈ മത്സരത്തിൽ ലഭ്യമായ താരങ്ങളിൽ ഫസ്റ്റ് ഓപ്ഷൻ നെയ്മർ ജൂനിയർ ആയിരുന്നു. നെയ്മർ ആയിരുന്നു ബെസ്റ്റ്. അതിനുശേഷം ഇഗോർ തിയാഗോ, ബ്രൂണോ ഗിമറസ്, മാർട്ടിനെല്ലി എന്നിങ്ങനെയായിരുന്നു ഓർഡർ. ഈ ഓർഡർ പ്രകാരം കളിക്കളത്തിൽ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഓപ്ഷൻ അത് ബ്രൂണോ ഗിമറസ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെനാൽറ്റി നൽകിയത്. ഇതാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ബ്രൂണോ ഗിമറസ് പെനാൽറ്റി നഷ്ടപ്പെടുത്തി. അവിടം തൊട്ടാണ് ബ്രസീലിന് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ആ സമയത്ത് നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഇല്ലായിരുന്നു. നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പെനാൽറ്റി എടുക്കുമായിരുന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ മറ്റൊരു പെനാൽറ്റി കൂടി ബ്രസീലിന് ലഭിച്ചു. അത് ബ്രസീൽ ഗോളാക്കി മാറ്റി, നെയ്മർ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പിഴച്ച ഒരു മത്സരമായിരുന്നു ഇത്. പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സുകൾ ഒന്നും തന്നെ ഇന്നത്തെ മത്സരത്തിൽ വർക്കായില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.